മഹാന്മാരുടെയും മഹാനദികളുടെയും ഉത്ഭവത്തിന് പിന്നിൽ ചെറിയ ചെറിയ പാളിച്ചകൾ സംഭവിക്കും. മലയാളത്തിലെ മഹാനടനാണ് മമ്മൂക്ക. മമ്മൂക്കയെ ആരാധിക്കുന്നവർ ഒരുപാടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് പരിമിതികളെ മറികടന്ന് തൻ്റേതായ അഭിനയ ശൈലിയിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ നടനാണ് മമ്മൂക്ക. മമ്മൂക്ക ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഡിസിപ്ലിൻ പാലിച്ചിരുന്നു. അദ്ദേഹം സ്ത്രീകളുമായി കൂടുതൽ ഇടപഴകി ചേർന്ന് അഭിനയിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഡിസിപ്ലിൻ. പക്ഷേ ക്ലാസിക് പടങ്ങളിൽ അദ്ദേഹം അത് തെറ്റിച്ചിട്ടുമുണ്ട്. തൃഷ്ണ എന്ന ചിത്രത്തിൽ അദ്ദേഹം സ്വപ്നയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു. ചങ്ങാത്തം എന്ന ഭദ്രൻ ചിത്രത്തിൽ മാധവിയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന ചിത്രത്തിലും അദ്ദേഹം കഥാപാത്രത്തിന് അനുസൃതമായി രതിരംഗങ്ങളിലൊക്കെ അഭിനയിച്ചു. പക്ഷേ അദ്ദേഹം ഒരു രതിചിത്രത്തിൽ തലവെച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ കഥയാണ്, ആ സംഭവമാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത്. അന്തിച്ചുവപ്പ് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. മമ്മൂട്ടി വില്ലനായി അഭിനയിച്ച, ശങ്കർ നായകനായി അഭിനയിച്ച ചിത്രം. അനുരാധ, ജലജ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അന്തിച്ചുവപ്പ് സംവിധാനം ചെയ്തത് കുര്യൻ വർണ്ണശാലയാണ്. 1984 ആഗസ്റ്റ് 3 അന്തിച്ചുവപ്പ് റിലീസ് ചെയ്തത്. MR ജോസഫായിരുന്നു ഇതിൻ്റെ കഥയും തിരക്കഥയും എഴുതിയത്. ശങ്കറിനെ തന്നെ നായകനാക്കി ഒരുക്കിയ ഗുഹ എന്ന ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും എഴുതിയതും ഇദ്ദേഹം തന്നെയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും അന്തിച്ചുവപ്പ് മമ്മൂട്ടി പ്രതിനായകനായി എത്തിയ, അല്ലെങ്കിൽ വില്ലനായി എത്തിയ ചിത്രമാണ്. മമ്മൂട്ടി ഈ ചിത്രത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു. തൻ്റെ കരിയറിൽ വലിയൊരു മാറ്റമുണ്ടാകുമെന്ന് മമ്മൂട്ടി കരുതി. അന്ന് മമ്മൂട്ടി മെഗാസ്റ്റാർ ആയിട്ടില്ല. അന്ന് ശങ്കറാണ് തിളങ്ങി നിൽക്കുന്ന താരം. മമ്മൂട്ടി വളർന്നു വരുന്ന താരമാണ്. പക്ഷേ അന്തിച്ചുവപ്പ് മമ്മൂട്ടിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ച ചിത്രമായിരുന്നു. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന, സ്ത്രീകളുമായി രതിരംഗത്തിൽ ഏർപ്പെടുന്ന ഒരു പക്ക വില്ലൻ, ഒരു കമേഴ്സ്യൽ വില്ലനായി മമ്മൂട്ടിക്ക് ഈ ചിത്രത്തിൽ അഭിനയിക്കേണ്ടി വന്നു. ഈ ചിത്രത്തിന് ശേഷം കുര്യൻ വർണ്ണശാലയ്ക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുത്തിട്ടില്ല. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് അന്തിച്ചുവപ്പ്. അന്തിച്ചുവപ്പ് പിന്നീട് യൂട്യൂബിൽ പോലും ലഭ്യമല്ല. ആ ചിത്രം യൂട്യൂബിൽ പോലും ലഭ്യമല്ല. അതെല്ലാം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അത്ര രതിരംഗങ്ങൾ കൊണ്ട് സമർത്ഥമായിരുന്നു അന്തിച്ചുവപ്പ്. ഈ ചിത്രം ചിത്രം ആയിരുന്നു എന്നതാണ് ശരി. പക്ഷേ അത് പാവം മമ്മൂക്ക തിരിച്ചറിഞ്ഞില്ല. മമ്മൂക്ക വിചാരിച്ചു തൻ്റെ വില്ലൻ വേഷം തൻ്റെ സ്റ്റാർഡം കൂട്ടും എന്ന് വിചാരിച്ചു. കഥ കേട്ടപ്പോൾ അദ്ദേഹം ഡേറ്റ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വലിയ തിരിച്ചടി ഈ ചിത്രത്തിലൂടെ സംഭവിച്ചു. അന്തിച്ചുവപ്പ് പരാജയപ്പെട്ട ചിത്രമായിരുന്നു. വലിയ കാലം ഓടിയില്ല. കാരണം മമ്മൂട്ടിയെ ഈ രീതിയിൽ കാണാൻ അന്നത്തെ സ്ത്രീ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല, ഇതിലെ വൾഗറായ രതിരംഗങ്ങളിൽ മമ്മൂട്ടി അഭിനയിച്ചത് സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് അഭിപ്രായവും ഉണ്ടാക്കി. ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലെ പല രംഗങ്ങളും, മമ്മൂട്ടി അഭിനയിച്ച പല രതിരംഗങ്ങളും സെൻസർ ബോർഡ് കട്ട് ചെയ്ത് നീക്കി. അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഈ ചിത്രം വലിയ ഡാമേജ് ഉണ്ടാക്കിയില്ല. എന്നാൽ മമ്മൂട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് അന്തിച്ചുവപ്പ്. അന്തിച്ചുവപ്പ് എന്ന ചിത്രത്തെപ്പറ്റി മമ്മൂട്ടിയോട് ചോദിച്ചാൽ ഉറപ്പായും ചോദിക്കുന്നയാൾക്ക് തല്ല് കിട്ടും മമ്മൂക്കയുടെ ഇന്നത്തെ സ്വഭാവം വെച്ച്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് സിനിമാ കേരള ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് സിനിമയിൽ, കൗതുകകരമായ ചരിത്രങ്ങൾ. അത്തരം ചരിത്രങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.